ഹലോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ദിവസമായിരുന്നു ഇന്നലെ രാത്രി. ഭയങ്കര വിഷമവും ദേഷ്യവും സങ്കടവും. എനിക്ക് ആരോടും മിണ്ടാൻ തോന്നുന്നില്ല. ഞാൻ കരഞ്ഞ്. എനിക്ക് തൊണ്ടയൊക്കെ വേദനിക്കുക. അതായത് എനിക്ക് ഭയങ്കര വിഷമം വരുന്ന സമയത്ത് എനിക്ക് തൊണ്ട വേദനിക്കും. അപ്പോൾ എനിക്ക് ഉമിനീരൊന്നും ഇറക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന പോലെ തോന്നും. അങ്ങനെയായിരുന്നു എനിക്കിന്നലെ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിന് ഇന്നൊരു കാരണമില്ല. അതാണ് ഏറ്റവും കോമഡി. അതായത് എന്തൊക്കെയൊക്കെയോ കാരണം. പക്ഷെ അതൊക്കെ ഒരു കരയാൻ അല്ലെങ്കിൽ ഒരു വിഷമിക്കാനുള്ള റീസൺ ആണോ എന്ന് എനിക്കറിയില്ല. ഒന്നെന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഈ ഷുഗറും ഇങ്ങനെ ഓയിലൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹെൽത്തി ആവാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഇടയിൽ. പക്ഷെ ഇന്നലെ എന്തോ എൻ്റെ കൈവിട്ട് ഞാൻ കുറച്ച് കഴിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്ന് ഈ സാധനം ബ്രേക്കായി. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഫൈൻ, നാളെ തൊട്ട് വീണ്ടും നോക്കാം. അപ്പോൾ എന്തായാലും ഇത് ബ്രേക്കായി. അപ്പോൾ എനിക്കൊരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നി. എനിക്ക് ഓൾറെഡി ബിരിയാണി കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ബിരിയാണി കഴിക്കാൻ തോന്നി. അപ്പോൾ പെരുന്നാളുമാണ് ഇന്നലെ. ഹോട്ടൽ നോക്കി, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ നോക്കി. അപ്പോൾ അതിലൊന്നുമില്ല. അടുത്തുള്ള ഹോട്ടലൊക്കെ അടച്ച്. അപ്പോൾ അതും കിട്ടിയില്ല. പിന്നെ ബിരിയാണി കിട്ടിയില്ല എനിക്ക്. അവസാനം ഞാൻ രാത്രി ചപ്പാത്തി കഴിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞില്ല, തൊണ്ട വേദനിക്കുന്ന വിഷമം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ എൻ്റെ അടുത്ത് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, ഒരു വയലറ്റ് ബെഡ്ഷീറ്റ്. അപ്പോൾ അത് എന്തോ വെച്ച് കൊളുത്തിയിട്ട് അത് കീറിപ്പോയി. ഭയങ്കരമായിട്ടൊന്നും കീറിയില്ല, ഒന്ന് പിന്നി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. അതായത് എനിക്ക് കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ലൈസൻസ് ഇല്ല. അപ്പം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഏകദേശം അടുത്ത മാസമൊക്കെയാണ് വരിക. അപ്പം അടുത്ത മാസത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഞാൻ ഇൻ കേസ് ഫെയിൽ ആവുകയാണെങ്കിൽ എനിക്ക് അടുത്ത ടെസ്റ്റ് കിട്ടുക അതിൻ്റെ അടുത്ത മാസമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ടെസ്റ്റിന് ഓടിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ലൈസൻസ് ഇപ്പോഴും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലൈസൻസിന് എപ്പോൾ കിട്ടും? ഞാൻ എപ്പോൾ ഒരു കാർ ഓടിക്കും? ഇതൊക്കെയായിരുന്നു എൻ്റെ വിഷമം. ഇതിനൊക്കെയാണ് ഞാൻ രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് എനിക്കറിയില്ലേ, ഭയങ്കര വിഷമമായിരുന്നു. എനിക്കറിയില്ല ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്.